കേൾക്കണം. ശിർക്കിന്റെ ഗൗരവം പറഞ്ഞുകൊണ്ട് മുജാഹിദ് ബാരിശ്ശേരി പറയുന്ന ഭാഗം കൂടി ശ്രദ്ധിച്ചോളൂ. എന്തുകൊണ്ട് ജമിയത്തുൽ ഉലമ വിമർശിക്കപ്പെടുന്നു? അറിവില്ലാത്തവർ മുന്നിൽ വെച്ച് ഒരു പ്രധാനമായ വിധി മാറ്റിത്തിരുത്തി ശിർക്കല്ലാത്ത ശിർക്കാക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, അല്ല ശിർക്കാക്കാത്തൊരു കാര്യം ശിർക്കാക്കിയാലേ അല്ലാഹുവിൽ പങ്കുചേർക്കലാതെ. ഇത്തഖദു അഖ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് എന്ന സൂറത്ത് തൗബയിലെ 31-ാമത്തെ ആയത്ത് അമാനുവലിന്റെ പരിഭാഷ വായിക്ക്. അതായത് ശിർക്കല്ലാത്തൊരു കാര്യം ഒരാൾ ശിർക്കാക്കി, ഒരു നേതാവ്, എന്നിട്ട് അയാളെ കുറെ ആൾ പിന്തുടർന്നു, അത് ശിർക്കാന്ന് വിശ്വസിച്ചു. അവരത് പ്രചരിപ്പിച്ചാൽ അപ്രചരിപ്പിക്കുന്നവർ മുശ്രിക്കാവും. കാരണം അള്ളാന്റെ ഹുക്കുമിൽ പങ്കുചേർക്കാൻ ആ വിശ്വാസത്തോടെ ചെയ്താൽ, അത് പഠിപ്പിച്ചു കൊടുത്തിട്ടും ചെയ്താൽ. അപ്പൊ നമ്മളല്ലട്ടോ മുശ്രിക്കായത്, സ്വയം ആയിക്കൊണ്ടേയിരിക്കും. അതായത് അള്ളാഹ് ഹറാമാക്കിയൊരു കാര്യം ഹലാലാക്കി, അള്ളാഹ് ഹലാലാക്കിയൊരു കാര്യം അവന് തോന്നിയ പോലെ ഹറാമാക്കി. ഇങ്ങനെ ഹറാമും ഹലാലും തീരുമാനിക്കാനുള്ള അവകാശം അള്ളാഹ് ആർക്കും വകച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഗംഭീരമായൊരു തെളിവ് ഉദ്ധരിച്ചു, അതൊന്നും എഫക്ട് ചെയ്തില്ല. തെളിവൊന്നും അല്ലെങ്കിലും നമുക്ക് എഫക്ട് ചെയ്യില്ലല്ലോ, പ്രമാണങ്ങളിലേക്ക് മടങ്ങാനാണല്ലോ. എന്ത് പ്രമാണോ? ഞാൻ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പേര് പറഞ്ഞു. എന്നോട് ഈ വലിയ നേതാവ് പറഞ്ഞു, എന്തോ ഒലക്കമ്മൽ അഹമ്മദ് ബിൻ ഹംബൽ. ഞാൻ ഞെട്ടിപ്പോയി. പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതം ഇതൊക്കെ ഞെട്ടിയിട്ട് കാര്യമില്ല, ഇതിന് പോരെ ഞെട്ടിത്തരിച്ച് പിന്നെയും വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കി പോവാ. എന്നിട്ട് വേറെ ഇയാളോട് പറഞ്ഞത്രേ, ഇയാൾ ഈ ഒലക്കമ്മല എന്ന് പറഞ്ഞു, ഞാനത് പറയുന്നില്ല. ഇയാള് മൗലവി പറഞ്ഞത്രേ, ഇനി ഞാൻ ഈ പറഞ്ഞത് ആരോടും പറയണ്ട, ഇത് സ്വകാര്യാണ്. അപ്പൊ ഇയാള് പറഞ്ഞു, എന്നോട് ഇത് പറയണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇയാളോട് ആരും രഹസ്യം പറയൂ? പെണ്ണുങ്ങളോട് പറഞ്ഞാലുണ്ടാവും, പറയണ്ടെന്ന് വല്ല പറഞ്ഞു കൊടുത്താൽ ഇത് പറയണ്ടെന്നും കൂടി പറഞ്ഞിട്ടോ എന്ന് പറയും. അതുകൂടി കേട്ടോ നിങ്ങൾ. അതുകൂടി ഈ മുജാഹിദ് ബാരിശ്ശേരിയും സക്കരിക്ക നല്ല സാധനങ്ങൾ ഞങ്ങൾ അന്നേ പറഞ്ഞു. ഈ വിഷപ്പാമ്പുകളെ നിങ്ങൾ നോക്കിയില്ലേ? നിങ്ങളെ പ്രസ്ഥാനം കൊണ്ടേ അത് പോകൂ. കേട്ടോളൂ നിങ്ങൾ. ബാരിശ്ശേരി പറയുന്നത് എന്ത് അഹമ്മദ് ബിൻ ഹംബൽ. അപ്പൊ ഞാൻ തലയാറ്റി അവരോട് ഇതൊന്നും ബേജാറാകിയെ പുറത്തു പറയുകയൊന്നും ചെയ്യരുതോ. പിന്നെ എന്തിനാ മുജാഹിദ് പ്രസ്ഥാനം? ഇവനോട് കാര്യം രഹസ്യം പറയൂ. സുബ്ഹാന